തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ട് കൊള്ള ആരോപണത്തെ നേരിടാൻ സുരേഷ് ഗോപിയെ രംഗത്തിറക്കി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. കുറച്ചു നാളുകളായി തൃശൂരിൽ എത്താതിരുന്ന സുരേഷ് ഗോപി ചൊവ്വാഴ്ച വോട്ട് കൊള്ള ആരോപണത്തിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്നാണ് ഇന്നലെ മണ്ഡലത്തിലെത്തിയത്. വോട്ട് കൊള്ള വിവാദത്തിൽ കോൺഗ്രസ് CPI ആരോപണത്തോടെ തൃശൂരിൽ പ്രതിരോധത്തിലായ ബി.ജെ.പി. അതിൽ നിന്നും പുറത്തു കടക്കാൻ വലിയ തോതിലുള്ള നീക്കങ്ങളാണ് സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി നടത്തുന്നത്. രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ സുരേഷ് ഗോപിയെ സ്വീകരിച്ചെങ്കിലും വലിയ തോതിലുള്ള പ്രവർത്തക പ്രാതിനിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ബി.ജെ.പി. സംഘടിപ്പിച്ച തൃശൂർ MP ഓഫീസ് മാർച്ചിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി. ഇതിനു പുറമെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് സംബന്ധിച്ച വിഷയത്തിൽ പ്രതികരിക്കാതിരുന്ന സുരേഷ് ഗോപി ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ജയിലിൽ അടയ്ക്കപ്പെട്ട കന്യാസ്ത്രീയുടെ വീട്ടിലെത്തുകയും ചെയ്തു. അങ്കമാലിയിലെ സിസ്റ്റർ പ്രീത മേരിയുടെ വീട്ടിലാണ് സുരേഷ് ഗോപി എത്തിയത്. കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തി. അപ്രതീക്ഷിതമായാണ് സുരേഷ് ഗോപി ഇവിടേക്ക് എത്തിയത്. കുടുംബാംഗങ്ങൾക്ക് സന്ദർശനം സംബന്ധിച്ച് യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. ജാമ്യം ലഭിച്ചെങ്കിലും കന്യാസ്ത്രീകൾക്കെതിരായുള്ള കേസ് വ്യാജ കേസാണെന്നും ഇത് പിൻവലിക്കണമെന്നുമുള്ള ആവശ്യമാണ് കുടുംബാംഗങ്ങൾ സുരേഷ് ഗോപിക്ക് മുന്നിൽ വെച്ചത്. കോതമംഗലത്ത് മതപരിവർത്തനം ആരോപിച്ച് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വീടും അദ്ദേഹം സന്ദർശിച്ചു. എന്നാൽ തൃശൂരിലെ വോട്ട് കൊള്ള സംബന്ധിച്ച ആരോപണത്തിൽ ദിനം പ്രതി ഒന്നിനു പിറകെ ഒന്നായി തെളിവുകൾ പുറത്തുവരികയാണ്. പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് എന്ന ഫ്ളാറ്റിലെ 4C വാടക ചീട്ട് ഉപയോഗിച്ച് 9 പേരെ വോട്ടർ പട്ടികയിൽ ചേർത്ത സംഭവവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെതിരെ ഫ്ളാറ്റിലെ താമസക്കാർ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാൻ കഴിയില്ലെന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയതെന്നും റിപ്പോർട്ടുകളിലൂടെ പുറത്തുവരുന്നു. പല ഫ്ളാറ്റുകളുടെ വിലാസം ഉപയോഗിച്ച് സ്ഥിരതാമസക്കാർ അല്ലാത്തവരുടെ പേരുകൾ നിയമവിരുദ്ധമായി വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്ന ആരോപണം നിലനിൽക്കുകയാണ്. ക്യാപിറ്റൽ വില്ലേജ്, ടോപ്പ് പാരഡൈസ്, ശ്രീശങ്കരി, ചൈത്രം എന്നീ ഫ്ളാറ്റുകളിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട 45ലധികം പേർക്കെതിരെ നിലവിൽ കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്. അവിടെ പട്ടികയിൽ ഉൾപ്പെട്ട ചില വോട്ടർമാർക്ക് ഇരട്ട വോട്ടുണ്ടെന്ന വസ്തുതയും പുറത്തു വന്നു കഴിഞ്ഞു. ബി.ജെ.പിക്കും സുരേഷ് ഗോപിക്കുമെതിരായ ആരോപണങ്ങൾ പ്രതിരോധിക്കുന്നതിനിടെ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നതിന് ബി.ജെ.പി. കൃത്യമായ ഉത്തരം നൽകുന്നതുമില്ല. നിരവധി RSS നേതാക്കളടക്കം ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ടെന്നുള്ള ആരോപണവും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇനി 2 തവണ കൂടി ബി.ജെ.പിയുടെ MP സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുമെന്ന വെല്ലുവിളി ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നടത്തുന്നു. അതേസമയം വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച് ഉത്തരം പറയാനുള്ള ബാധ്യത തൃശൂരിലെ MP-ക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുറന്നടിച്ചു. ഒരു സ്ത്രീയുടെ വിലാസത്തിൽ അവർ പോലും അറിയാതെയാണ് വോട്ട് ചേർത്തിരിക്കുന്നതെന്നും കോൺഗ്രസിന്റെ ബൂത്ത് തല പ്രവർത്തകർ ഇത് കണ്ടെത്തി കളക്ടർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും സതീശൻ പറഞ്ഞു. സംഘടിതമായ കുറ്റകൃത്യമാണ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ബി.ജെ.പി. നടത്തിയത്. ഇക്കാര്യത്തിൽ പരിശോധന നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധനയുമായി സഹകരിക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാകണം. BLO-മാരെ നിയമിച്ചത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അവരെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരുമാണ്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. എന്താണ് യാഥാർത്ഥ്യമെന്നത് പുറത്തു വരണം. തൃശൂരിൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ശരിയല്ലെങ്കിൽ അതേക്കുറിച്ച് പറയാനുള്ള ഉത്തരവാദിത്തം സുരേഷ് ഗോപിക്കുണ്ട്. ഒന്നും മിണ്ടില്ലെന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് യോജിച്ചതല്ല. രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും വോട്ടർ പട്ടിക ശ്രദ്ധിക്കണം. വോട്ടർ പട്ടിക കുറ്റമറ്റതായിരിക്കണം. മരിച്ചവരെയും സ്ഥലത്തില്ലാത്തവരെയും ഒഴിവാക്കണം. വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള നിർദ്ദേശം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര തെറ്റാണ്. രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ഗവർണർ ശ്രമിക്കരുത്. നടപ്പാക്കിയാൽ അതിനെ പ്രതിപക്ഷം എതിർക്കുമെന്നും സർവകലാശാലകളിൽ ഗവർണർ അനാവശ്യ ഇടപെടലുകൾ നടത്തുകയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി.